ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, ഇപ്പൊ ഈ മുനമ്പം സമരം രണ്ടാമത് ശക്തി പ്രാപിക്കാൻ പോവുകയാണ്. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഇവിടെ എല്ലാവരും പറയുന്ന ഒരു സംഭവമുണ്ട്. ഇതിൽ പ്രധാനമായിട്ട് നിൽക്കുന്ന ആളുകൾ അപായപ്പെടുത്താൻ വേണ്ടി ഒരു കൂട്ടം ആളുകൾ ശ്രമിക്കാൻ ഉള്ള ഒരു ഉദ്ദേശമുണ്ടെന്നുള്ളത് ശരിയാണോ ഇങ്ങനെ പറയുന്നത്? സിയാ ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്നും അറിയില്ല. പക്ഷെ ഈ 2 ദിവസമായിട്ട് ഇന്നലെ രാത്രി ഇവിടെ ഒരു 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 കൂട്ടായ്മ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇതൊരു നാട്ടിൻപുറമാണ്. അപ്പോൾ നാട്ടിൻപുറത്ത് പെട്ടെന്ന് വാക്കുകൾ ആരെങ്കിലും പറഞ്ഞാൽ അതെല്ലാം ശ്രദ്ധിച്ചത്. അപ്പോൾ ഇപ്പോൾ ഇവിടുത്തെ പുതിയൊരു ഒരു ചർച്ചാ വിഷയം മുഹമ്മദ് ഷിയാസിന്റെ പേരിലാണ്. അതായത് ഇവിടുത്തെ നിങ്ങൾക്കറിയാം, ഈ ഭൂസംരക്ഷണ സമിതി അറിയാമല്ലോ. അപ്പോൾ ഭൂസംരക്ഷണ സമിതിയുടെ കൺവീനർ ഇപ്പോൾ ഞങ്ങൾ ഇവിടെ എല്ലാവരോടും പറഞ്ഞിട്ട് കിടക്കണം, ഞാനാണ് മുഹമ്മദ് ഷിയാസിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് ഞാൻ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ മുഹമ്മദ് ഷിയാസ് പറഞ്ഞിട്ടുണ്ട് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ, പ്രത്യേകിച്ച് എൻ്റെ പേര് എന്നെ വെട്ടിക്കൂട്ടി വഴിയിലിടുമെന്നാണ് മുഹമ്മദ് ഷിയാസ് ഇവരോട് പറഞ്ഞിരിക്കുന്നതെന്നാണ് ഇവർ പറയുന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ ഞങ്ങളുടെ അയൽവക്കത്ത് കുറച്ച് മാറിയുള്ള ഒരു പയ്യൻ്റെ ഒരു വീഡിയോയും കൂടി ഒരാൾ അവരുടെ മദ്യപാന സദസ്സിൽ നിന്നുള്ളൊരു ചെറിയൊരു റെക്കോർഡിങ്ങിലും പറയുന്നുണ്ട്. അതായത് അതിലും പറയുന്നത് എന്നെ തീർത്ത് കളയുമെന്നാണ് പറഞ്ഞത്. കാരണം ഞാനിതിന് മുന്നിട്ടിറങ്ങി നിൽക്കുന്ന കാരണം ബെന്നിക്ക് മുഹമ്മദ് ഷിയാസ് വാക്ക് കൊടുത്തിട്ടുണ്ട് ഫിലിപ്പിനെ തട്ടു. പക്ഷേ ഞാൻ അതിലൊരിക്കലും കണ്ടില്ല. ഞാനിപ്പോഴും ചിരിച്ചാണ് ഇരിക്കുന്നത്. എനിക്ക് കാരണം മദ്യപിക്കുമ്പോൾ ആർക്കും പലതും വിളിച്ചു പറയാം. പക്ഷെ എനിക്ക് മുഹമ്മദ് ഷിയാസിനോട് ഇപ്പോൾ ഒരു കാര്യം പറയാനുള്ളത്, താങ്കൾ ഇന്ന് അതിനു മുമ്പ്, കാരണം ഇവരിപ്പോൾ ഒരു 3-4 ദിവസമായി ഭൂസംരക്ഷണ സമിതി ഇവിടെ എല്ലാവരോടും പറയണത് മുഹമ്മദ് ഷിയാസിനെ കാണാൻ പോയി, മുഹമ്മദ് ഷിയാസിനെ കണ്ടു, മുഹമ്മദ് ഷിയാസ് ആ വാഗ്ദാനം തന്നു, ഈ വാഗ്ദാനം തന്നു. അവർ കണ്ടിട്ടുണ്ടാവും അദ്ദേഹം ഒരു MLA ആണ്. പക്ഷേ എനിക്ക് ഇവിടെ ബഹുമാനപ്പെട്ട മുഹമ്മദ് ഷിയാസിനോട് പറയാനുള്ളത്, അദ്ദേഹം വളരെ പ്രശസ്തനായ ഒരു കോൺഗ്രസ് നേതാവാണ്. കഠിനാധ്വാനത്തിലൂടെ മാത്രമാണ് അദ്ദേഹം ഇന്നൊരു MLA ആയിരിക്കണം. പക്ഷേ താങ്കളെ സമീപിക്കുന്ന ആൾക്കാർ ആരായിരുന്നാലും അവരെ ശ്രദ്ധിക്കണം. അവർ ഏത് തരത്തിലുള്ള ആൾക്കാരാണ്. താങ്കളോടൊന്ന് സംസാരിച്ചതിന് ശേഷം പുറത്തുപോയി വേറെ സംസാരിക്കുന്നത് താങ്കൾ മനസ്സാവാച അറിയാത്ത കാര്യങ്ങളായിരിക്കുള്ളൂ. ഇതിപ്പോൾ ഒരു മനുഷ്യന്റെ ജീവനെ വെച്ചിട്ടുള്ള വർത്തമാനങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അതുകൂടാതെ ബെന്നി പറയണത് ഇനി അടുത്ത ആഴ്ച മുഹമ്മദ് ഷിയാസിന്റെ ഒഫീഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് ജോയിൻ ചെയ്യണേണ്. അപ്പൊ ഈ കടപ്പുറം ഒതുക്കി തരാമെന്നാണ് മുഹമ്മദ് ഷിയാസ് പറഞ്ഞത്. പക്ഷെ എനിക്ക് ബഹുമാനപ്പെട്ട മുഹമ്മദ് ഷിയാസിനോട് പറയാനുള്ളത്, ഇങ്ങനെയുള്ള പുഴുക്കുത്തുകൾ താങ്കളെ കാണാൻ വരുമ്പോൾ അവരെ കണ്ടെത്തി ഇത് ഏത് തരം ആളാണ്, ഇത് എങ്ങനത്തെ ഒരാളാണ്, ഇയാളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, ഇയാൾ എന്തായിരുന്നു മുന്നിൽ ചെയ്തിരുന്നതും, ഇയാളുടെ യഥാർത്ഥ മുഖം എന്താണെന്നും ഇയാൾക്ക് ഇപ്പോൾ കാണുന്ന മുഖമല്ലെന്നും ഉള്ളത് മനസ്സിലാക്കണം. ഞങ്ങൾക്ക് താങ്കളോട് കാരണം താങ്കൾ ഞങ്ങളെ സഹായിക്കാൻ നിൽക്കുന്ന ഇപ്പോഴത്തെ പാർട്ടിയുടെ ഒരാളാണ് എന്നുള്ളൊരു വിശ്വാസം കൂടിയുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം എനിക്കിന്ന് എന്തെങ്കിലും ആരെങ്കിലും എന്നെ ഭയപ്പെടുത്തിയാൽ, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദി ഞാനിപ്പോൾ പറയും ഭൂസംരക്ഷണ സമിതിയാണെന്ന് പറയും. കാരണം ഭൂസംരക്ഷണ സമിതിയുടെ കൺവീനറാണ് പറഞ്ഞേക്കണത് ഇങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ അല്ലാതെ വേറെ എനിക്കൊന്നും പറയാനില്ല. കാരണം ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പോൾ UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യത്തെ കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായിട്ട് മുനമ്പം മാറിയിരിക്കുകയാണ്. ഈ പെട്ടെന്ന് തന്നെ കേരളത്തിലെ ഈ ഒരു ഇസ്ലാമിക സംഘടനകൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാടിലേക്ക് ഈ VD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാർ മാറുന്നത് മുനമ്പ സമരത്തിന് അല്ലെങ്കിൽ മുനമ്പത്തെ ജനതയ്ക്ക് ഒരു ഭീഷണി തന്നെയാണോ നിലവിൽ മുന്നോട്ട് പോകുന്ന സമയത്ത്? ഒരിക്കലും ഭീഷണിയല്ല. എന്ത് ഇസ്ലാമിക സംഘടന? അങ്ങനെയൊന്നുമല്ല. മുനമ്പത്തുകാർക്ക് ആരും ഒരു ഭീഷണിയല്ല. കാരണം മുനമ്പത്ത് ഇന്ന് നടക്കുന്ന സമരം മുനമ്പത്തുകാരുടെ കൂട്ടായ്മയുടെ കൊണ്ട് മാത്രം നിലനിൽക്കുന്ന ഒരു സമരമാണ്. പിന്നെ ആർക്കും, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോഴും എല്ലാവരും ഉമീദ് പോർട്ടലിലേക്ക് ഞങ്ങൾ രജിസ്റ്റർ ചെയ്തു എന്ന് പറഞ്ഞിട്ട് എല്ലാവരും. പക്ഷെ ഇന്ന് ഞാൻ പറയുന്നു, അതുകൊണ്ട് ഒരു കാര്യമില്ല. ഞങ്ങൾക്കെതിരെ വഖഫ് ബോർഡിനെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഞങ്ങൾ സാധാ മത്സ്യം, ഞാൻ എന്തെങ്കിലും ഒരു ജോലി ചെയ്യുന്ന ഈ ഇരിക്കുന്നവരെ എല്ലാവരും സാധാ മത്സ്യത്തൊഴിലാളി. വഖഫ് ബോർഡിന് ഇവിടുന്ന് ഒരു തരി മണ്ണ് കിട്ടില്ല. അവർക്ക് വേറെ രീതിയിൽ കോംപ്രമൈസ് കിട്ടാൻ പറ്റും, അവർ 400 ഏക്കറിന് പക്ഷേ മുനമ്പം അവർക്ക് എന്നൊരു ദിവാസ്വപ്നമായിരിക്കുള്ളൂ. എന്താ പറയണ, വെള്ളത്തിൽ വരച്ചൊരു വര പോലെയാണ് മുനമ്പം. അതിനുള്ള സ്റ്റാമിനയും അതിനുള്ള കരുത്തൊന്നും വഖഫ് ബോർഡിനില്ല. ഇപ്പോൾ ഈ മുനമ്പം ഭൂമി വെച്ചുകൊണ്ട് മറ്റേതെങ്കിലും ഭൂമി കൈവശപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള ബാർഗെയിനിങ് സംസ്ഥാന സർക്കാരിന്റെ മുന്നിലേക്കും വഖഫ് ബോർഡ് വെച്ചിട്ടുണ്ടാകുമോ? തീർച്ചയായിട്ടും ആ ചർച്ചകൾ പല സ്ഥലത്തും നടക്കുന്നുണ്ടല്ലോ. നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലും TV-യിലും നോക്കി കഴിഞ്ഞാൽ ഈ ചർച്ചയാണ് പറയുന്നത്. കാരണം ഇതിന് പ്രത്യുപകരമായിട്ട് വേറൊരു സ്ഥലത്ത് അതിൽ അവർ ഉപയോഗിക്കുന്ന ഒരു പദമുണ്ട്, 400 ഏക്കർ. പള്ളിപ്പുറം കുഴുപ്പള്ളി പഞ്ചായത്തിന്റെ വില്ലേജ് ഓഫീസ് രേഖകൾ പ്രകാരം ഇവിടെ 137 ഏക്കറേ ഉള്ളൂ. അപ്പോഴും ഒരു 250 ഏകദേശം 300ഓളം ഏക്കർ അവർ ചുമ്മാ എഴുതി ചേർത്തിരിക്കണം. അവർ രേഖ കാണിക്കട്ടെ, അവർക്ക് എന്താണുള്ളത്, അവർക്ക് ഏത് കാര്യമാണുള്ളത്. പിന്നെ അവർ പറയുന്നത്
വഖഫ് സംരക്ഷണ സമിതി, വഖഫ് സംരക്ഷണ വേദി എന്ന് പറഞ്ഞിട്ട് ഈ എച്ചിൽ പട്ടികളുണ്ട്, കൊടിച്ചിപ്പട്ടികൾ, അങ്ങനത്തെ 2 സംഘടനകളുണ്ട്. അവരിവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്. അവർ വഖഫ് പ്രോപ്പർട്ടി സംരക്ഷിക്കും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വഖഫ് സംരക്ഷണ വേദി, വഖഫ് സംരക്ഷണ സമിതി എന്ന് പറയുന്നത് ഈ 2 സമിതിയിലുള്ള ആൾക്കാർ മുൻ വഖഫ് ബോർഡ് മെമ്പർമാരായിരുന്നു. ഇവരെ എല്ലാവരെയും അതിൽ നിന്ന് പുറത്താക്കിയതാണ്. എന്തിനുകൊണ്ട് പുറത്താക്കി? അഴിമതി കാണിച്ചതിന്. അതായത് വഖഫ് ഭൂമിയാണെന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്യും, സെറ്റിൽമെന്റിൽ വരും. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, സെറ്റിൽമെന്റ് അവർ ശ്രമിക്കും. കാരണം അവർ തോറ്റു കൊടുക്കുന്ന ഒരാൾക്കാരായിട്ട് ഞങ്ങളും തോന്നിയിട്ടില്ല. ഞങ്ങളെ തോൽപ്പിക്കാൻ അവരെ കൊണ്ട് പറ്റുകയുമില്ല. അപ്പോൾ അവർക്കുള്ളൊരു സെറ്റിൽമെന്റ് അത് നമ്മളുടെ പേരിലായിരിക്കുള്ള ഒരു കാര്യങ്ങൾ. അത് നമ്മൾക്ക് അതിനുള്ള ഒരു പറയാനായിട്ടുള്ള ആ ഒരു പൊസിഷനിലേക്ക് ഞാൻ ആയിട്ടില്ല. അതിനർത്ഥം നമ്മൾക്ക് അറിയാൻ പാടില്ല. കാരണം അവർക്ക് വേണമെങ്കിൽ അവർ ആ ഭൂമി മേടിച്ചെടുത്തിരിക്കും. ഇപ്പോൾ ഈ ഏറ്റവും പ്രധാനമായിട്ട് ഈ സമരം അതിശക്തമായിട്ട് ഇനി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു തീരുമാനമുണ്ടോ? എന്താണ് നിങ്ങളുടെ അടുത്തൊരു സ്റ്റെപ്പ്? എന്താണ് ഇന്ന് മുതൽക്കുള്ള സ്റ്റെപ്പ്? എന്താണ് ഇന്ന് ആദ്യം ഇന്നൊരു ഒരു വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള അതിൻ്റെ ഭാഗമായിട്ട് ഇന്നൊരു ചെറിയൊരു പന്തംകുളത്തിൽ പ്രകടനം, ഒരു 300 മീറ്റർ 400 മീറ്റർ ഞങ്ങൾ നടന്ന് ചെയ്യുന്നുള്ളൂ. അതിൽ ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ, പക്ഷേ ഇതൊരു സൂചനയാണ് നാട്ടുകാരെ കൊണ്ടുവരാന്നുള്ളത്. കാരണം ഇനിയും ദിവസങ്ങൾ കിടക്കുകയാണല്ലോ. ഇനിയും ഇപ്പം നിരോധനം ആരംഭിക്കുകയാണ്. കാരണം നിങ്ങൾക്കറിയാം, കാരണം എല്ലാവരും കടലിലാണ്. അപ്പോൾ ഇനി ശക്തമായ, കാരണം ഇത് കേരള ജനത ഇതുവരെയും കാണാത്ത ഒരു പീഡനമാണ് മുനമ്പത്ത് നടക്കുന്നത്. അപ്പോൾ കേരള ജനത ഇതുവരെയും കാണാത്ത സമരമുറകളും നമ്മൾ ആരംഭിക്കണ്ടേ? അപ്പോൾ എല്ലാവർക്കും സർപ്രൈസ് ആയിട്ടുള്ളൊരു, ആരും കേരളത്തിൽ ഇതുവരെയും ചെയ്യാത്തൊരു സമരം ഞങ്ങളിവിടെ ആരംഭിക്കും. ഉറപ്പാണ്. അതിൽ ഈ ജനങ്ങളെ ഇനി ഒരിക്കൽ കൂടി ഈ സമരത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ നിങ്ങൾ ആരംഭിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഇന്നലെ ഭൂസംരക്ഷണ സമിതി എന്ന് പറഞ്ഞിട്ടുള്ള കൂട്ടരുടെ വീഡിയോ കണ്ട? ഇന്നലെ ശരിക്കും ഞങ്ങൾ നാട്ടിലെല്ലാവരും ഇരുന്ന് ചിരിക്കുകയായിരുന്നു. ജനങ്ങൾ അവരെ പൂർണ്ണമായിട്ട് തള്ളിക്കളഞ്ഞ്. എൻ്റെ വീട്ടിലിരിക്കണ, എൻ്റെ സഹോദരന്മാരുടെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ഭായിമാരുടെ ഭാര്യമാരായിരുന്നു. നിങ്ങൾ ഇന്നലെ പുറകിൽ നിൽക്കുന്ന സ്ത്രീകളും കുട്ടികളും കണ്ടില്ലേ? ഇവിടെ 18ഓളം ഭായിമാർ ഫാമിലി ഉണ്ട്. അവർ അതിൽ 300 രൂപ തുടങ്ങി 100 വരെയും കൊടുത്തു കൊണ്ടുവന്ന് നിർത്തിയേക്കുന്ന ആൾക്കാരുണ്ട്. ബംഗാളികളെ നിർത്തേണ്ട ഗതികേടിലേക്ക് അവർ വന്ന്. അപ്പോൾ അത് ജനങ്ങളിപ്പം ഈ നിങ്ങളുടെ കൂടെ മാത്രമാണെന്നുള്ളൊരു വിശ്വാസമുണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ. ജനങ്ങൾക്ക് മനസ്സിലായി ആരാണ് യഥാർത്ഥത്തിൽ ഇന്നലെ ബഹുമാനപ്പെട്ട ജോഷി അച്ഛൻ്റെ വാക്കുകൾ പ്രകാരം രാഷ്ട്രീയ പാർട്ടികളുടെ വാലാട്ടികളായി മാറിയിരിക്കുകയാണ്. ഇപ്പം ആൾക്കാർക്ക് മനസ്സിലായി. കാരണം ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം പോകുമ്പോൾ ആൾക്കാർ പറഞ്ഞു ഇനിയും അവരെ വിശ്വസിച്ചിട്ട് കാര്യമില്ല. കാരണം ഞങ്ങളുടെ പള്ളിയിലെ വികാരി അച്ഛൻ പറഞ്ഞത് 1 മാസം, ഇപ്പം ജൂൺ 31 കിട്ടുമെന്നാണ് മിനിഞ്ഞാന്ന് പള്ളിയിൽ വിളിച്ച് പറഞ്ഞേക്കണത്. ഇപ്പം പള്ളിയിലെ പുതിയ സർക്കുലർ ഇറക്കിയേക്കണത് അനിശ്ചിത കാലത്തേക്ക് നമ്മൾ സമരം ചെയ്യേണ്ടി വരുമെന്നാണ് പറഞ്ഞേക്കണത്. ഇവർ ഇന്ന് പറയണത് നാളെ പറയില്ല. ജനങ്ങൾക്ക് മതിയായി. ഒരു 3 ആൾക്കാരെ വിശ്വസിച്ച് ഈ സമരം ഏറ്റ് ഇന്ന് ഈ മുനമ്പം ജനത ഈ ഒരു ഗതിയിലേക്ക് ആകാൻ ഒരു വലിയൊരു മുഖ്യ പങ്ക് വഹിച്ച ആൾക്കാരാണ് ഈ 3 ആൾക്കാർ. വിചാരിക്കും ഭൂസംരക്ഷണ സമിതി എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു കൂട്ടം. ഇതൊരു 3 ആൾക്കാർ എടുക്കുന്ന തീരുമാനം. പക്ഷെ പള്ളി എന്നുള്ളൊരു ഒറ്റ ബലത്തിൽ, പള്ളിയുടെ പിൻബലത്തിലാണ് അവർ ചെയ്യുന്നത്. അൽത്താരയിൽ മുന്നിൽ നിൽക്കുന്ന ആൾ, പക്ഷേ അൽത്താരയിൽ പിന്നിൽ, എനിക്ക് ഒരിക്കലും തോന്നുന്നു അൽത്താരയിൽ പിന്നിൽ നിൽക്കുന്ന ആളുടെ സഹായം ഇവരിക്കണം. അൽത്താരയിൽ മുന്നിൽ നിൽക്കുന്ന ആളുടെ ഒരു ഒറ്റ ബലത്തിലാണ് ഈ കാര്യങ്ങളിലൂടെ പോയിരുന്നത്.